ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ കെയർ. അപ്പോൾ ക്രിട്ടിക്കൽ കെയർ നമുക്ക് എങ്ങനെ ഈസിയായി സോൾവ് ചെയ്യാം, അതിലെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അതിൽ യൂസ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എന്താണ് ക്രിട്ടിക്കൽ കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ഫിസീഷ്യൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻജേർഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ പരിചരണം കൊടുക്കുമ്പോഴാണ് നമ്മളതിന് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്ന വിഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ആ പേഷ്യൻറ്റിൻ്റെ വൈറ്റലായിട്ടുള്ള ഒരു ഓർഗനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ സിസ്റ്റത്തിനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിട്ടുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെയായിരിക്കും അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അതായത് ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഹൈ കോംപ്ലക്സിറ്റി ലെവൽ MDM വരുന്ന ഒരു കേസായിരിക്കും എപ്പോഴും ഈ ക്രിട്ടിക്കൽ കെയറിൻ്റെ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം അതിനെയാണ് ക്രിട്ടിക്കൽ കെയർ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന രണ്ട് കോഡുകളാണ് 99291 99292. 99291 ഇസ് ദ മേജർ കോഡ് ആൻഡ് 99292 ഇസ് ദ ആഡ് ഓൺ കോഡ്. എപ്പോഴും ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എത്ര ടൈമാണ് ക്രിട്ടിക്കൽ കെയർ ആ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളതിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കോഡുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ 99291 എന്ന് പറഞ്ഞാൽ ആ കോഡിന് മുമ്പ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ആ ഒരു ടേബിൾ. കറക്റ്റായിട്ട് ആ ടേബിളിൽ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഏത് ഇടയിൽ വരുന്ന സമയമാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഏത് കോഡാണ് കൊടുക്കേണ്ടത് ഞാൻ നേരെ അവർ തന്നിട്ടുണ്ട്. അത് നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, 30 മിനിറ്റിൽ കുറവുള്ള ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതെപ്പോഴും കറസ്പോണ്ടിങ് ഏത് വിഭാഗത്തിലാണ് ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് അതിനെ റിലേറ്റ് ചെയ്യുന്ന കോഡ് മാത്രം കൊടുക്കുക. അപ്പോൾ സപ്പോസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് കൊടുക്കാൻ പാടുള്ളൂ. എങ്ങനെയുള്ള പക്ഷം നമുക്ക് 30 മിനിറ്റിൽ കുറവാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്രിട്ടിക്കൽ കെയർ സർവീസ്. അപ്പോൾ 30 മിനിറ്റിൽ പുറമെയുള്ള കേസുകളിൽ മാത്രമേ ക്രിട്ടിക്കൽ കെയർ നമുക്ക് 99291 99292 വെച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു പേഷ്യൻറ്റിന് 100 മിനിറ്റ്സ് ആണ് ക്രിട്ടിക്കൽ കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ നമ്മൾ നോക്കുക ടേബിളിൽ 75 to 104 മിനിറ്റ്സ് വരെ 99291 ആൻഡ് 99292 ആ കോഡ് റേഞ്ച് ആണ് ആ കോഡാണ് കൊടുക്കേണ്ടത്. സോ നമുക്ക് 100 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു വാല്യൂ ആണ് അല്ലേ 100 മിനിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് 99291 99292 ഇതിൽ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കോഡിംഗ് ടിപ്പ് ഈ ഭാഗത്ത്. അതായത് ഈ കോഡിംഗ് ടിപ്പിൽ തന്നിരിക്കുന്ന സർവീസുകളെല്ലാം തന്നെ ക്രിട്ടിക്കൽ കെയറിൽ അഡ്മിറ്റ് ആയി എന്ന് പറയപ്പെടുന്ന ഒരു പേഷ്യൻറ്റിന് അവിടെ നിന്ന് കിട്ടുന്ന സേവനങ്ങളാണ്. സോ ക്രിട്ടിക്കൽ കെയറിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ആ പേഷ്യൻറ്റിന്, അതായത് ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻറ്റിന് ഈ സർവീസസ് എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇതിനെ സെപ്പറേറ്റ് സർവീസസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതെല്ലാം അതിൽ ഇൻക്ലൂസീവ് ആണ്. അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും സർവീസാണ് പേഷ്യൻറ്റിനെ ക്രിട്ടിക്കൽ കെയറിൽ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ആ എക്സ്ട്രാ പറയുന്ന സർവീസിന്, അതായത് ഓഡ് വൺ ആയിട്ട് വരുന്ന സർവീസസ് നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറയാം അല്ലേ. അതായത് ഇതിൽ പെടാത്ത ആരെങ്കിലെയുമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസസ് ആണ് കൊടുത്തതെന്ന് പറയപ്പെടുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും 99291ൻ്റെയും 99292ൻ്റെയും ആവശ്യാനുസരണം ഉപയോഗം അനുസരിച്ചിട്ട് നമ്മൾ ആ എക്സ്ട്രാ വരുന്ന സർവീസസിന് എക്സ്ട്രാ തന്നെ കോഡ് ചെയ്യണം. കാരണം അത് ബില്ലബിൾ ആണ് ആ സർവീസസ്. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ ഒരു പേഷ്യൻറ്റിന് ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം. അവിടെ 80 മിനിറ്റ്സ് ആണ് ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഓരോന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ പറയുന്ന സർവീസസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞ കോഡിംഗ് ടിപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഇൻക്ലൂസീവായ സർവീസസ് തന്നെയാണ് ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. സോ നമുക്ക് അവിടെ ആ 80 മിനിറ്റ്സ് ക്രിട്ടിക്കൽ കെയറിനെ 99291 99292 എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് അല്ലേ, 75 മുതൽ 104 മിനിറ്റ്സ് വരെ നമ്മൾ ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 75-നും 104-നും ഇടയിൽ വരുന്ന ടൈമാണ് 80. സോ നമുക്ക് 99291 99292 ആ രണ്ട് കോഡുകൾ വെച്ചിട്ടാണ് ഇവിടെ ഈ ക്രിട്ടിക്കൽ കെയറിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതനുസരിച്ച് ആൻസർ B ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരാറുള്ള മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ് ഔട്ട് പേഷ്യൻ്റ് ഫെസിലിറ്റിയിൽ വെച്ചിട്ട് ന്യൂനേറ്റ്സ് അല്ലെങ്കിൽ പീഡിയാട്രിക് പേഷ്യൻസ് അപ് ത്രൂ ഒരു 71 മന്ത്സ് ഓഫ് ഏജ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ക്രിട്ടിക്കൽ കെയർ സർവീസ്, അതിന് യൂസ് ചെയ്യുന്ന കോഡുകളും സെയിം ആണ്. ഈ 99291 99292 വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കോഡുകൾ ചെയ്യുന്നത്.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഔട്ട്സൈഡ് ഫെസിലിറ്റി അഥവാ നമ്മൾ ഓഫീസ് വിസിറ്റിലോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സർവീസിൽ നിയോനേറ്റ്സിനെയോ അല്ലെങ്കിൽ പീഡിയാട്രിക് പേഷ്യൻസിനെയോ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന പ്രത്യേകമായ ക്രിട്ടിക്കൽ കെയർ സർവീസസിനെയാണ് നമ്മൾ ഈ സെയിം കോഡുകൾ 99291 ആൻഡ് 99292 വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡുകൾ യൂസ് ചെയ്യുന്ന 99291 99292 ഇതുപോലെ ടൈം അനുസരിച്ചിട്ട് കൊടുക്കുക. ദെൻ അവിടെ ചെയ്തു എന്ന് പറയുന്ന ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഓഫീസ് വിസിറ്റ് അഥവാ OP വിസിറ്റിൽ വെച്ചിട്ട് ചെയ്യുന്ന ആ ക്രിട്ടിക്കൽ കെയർ സർവീസസിനെ നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരിക്കലും ക്രിട്ടിക്കൽ കെയറിൽ അഡ്മിറ്റ് ആക്കിയിട്ടല്ല അവർക്ക് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്, ഔട്ട്സൈഡിൽ വെച്ചിട്ടാണ്. സോ ആ സർവീസസ് എല്ലാം നമ്മൾ എക്സ്ട്രാ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 2 വയസ്സായ കുട്ടിക്ക് എമർജൻസി റൂമിൽ വെച്ചിട്ട് ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം. ഇൻഡ്യൂബേഷനും സെൻട്രൽ വീനസ് കതേറ്റർ പ്ലേസ്മെന്റും ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഔട്ട്സൈഡ് ഫെസിലിറ്റിയിൽ വെച്ചിട്ട് ചെയ്യുന്ന ക്രിട്ടിക്കൽ കെയർ ആയതുകൊണ്ട് 99291 99292 വെച്ചിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. 40 മിനിറ്റ്സ് ആണ് ടൈം പറഞ്ഞത്. സോ നമുക്ക് 99291 ആണ് ഇവിടെ വരുന്ന കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ് സിഗ്നിഫിക്കൻ്റിൽ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ENTM സർവീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് 25 മോഡിഫയർ അപ്പൻഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ. ദെൻ അവിടെ ചെയ്യുന്ന ഓരോ സേവനങ്ങളെയുമാണ് ആ 3 സീരീസ് കോഡുകളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് എ. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ പേഷ്യൻറ്റിന് 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ആണ് ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്സിജൻ തെറാപ്പി ആൻഡ് 3 വ്യൂ എക്സ്റേ, അതാണ് ആ PALAT OBL എന്നൊക്കെ എഴുതിയിട്ടുള്ള 3 വ്യൂസ് ആണ് എക്സ്റേൻ്റെ. അതൊക്കെയാണ് ക്രിട്ടിക്കൽ കെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ ടൈം വെച്ചിട്ട് തന്നെ നമുക്ക് 99291 ആണ് കോഡ് കിട്ടുക. കാരണം 30 മിനിറ്റ്സ് മുതൽ 74 മിനിറ്റ്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 99291 ആണ്. ഇവിടെ പറയുന്ന ഓക്സിജൻ തെറാപ്പിയും 3 വ്യൂ എക്സ്റേ എന്ന് പറയുന്നതും നമ്മുടെ കോഡിംഗ് ടിപ്പിൽ ഇൻക്ലൂഡഡ് അല്ല അല്ലേ, അതായത് ക്രിട്ടിക്കൽ കെയറിൽ ഇൻക്ലൂഡഡ് ആയ സേവനങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും അതിനെ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ ആൻസർ ബി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുക. അതായത് 3 വ്യൂ എക്സ്റേസ്, നമുക്ക് അവിടെ എക്സ്റേസ് ചെസ്റ്റ് എക്സ്റേസ് തന്നിട്ടുണ്ടെങ്കിലും 1 വ്യൂവിനും 2 വ്യൂവിനും ആണ് അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇവിടെ 3 വ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്, അത് സെപ്പറേറ്റ്ലി ലിസ്റ്റ് ചെയ്യണം. ഇവിടെ പറയുന്ന ഓക്സിജൻ തെറാപ്പി കൊടുത്തു എന്ന് പറയുന്നതും അതിൽ ഇൻക്ലൂഡഡ് അല്ല, അതും സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഓപ്ഷൻ ബി നമുക്ക് കിട്ടുന്നത്. അടുത്തൊരു ക്രിട്ടിക്കൽ കെയറിന്റെ വിഭാഗം നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് കുട്ടികളുടെ ക്രിട്ടിക്കൽ കെയർ ആണ്. അതായത് നമ്മൾ ന്യൂനേറ്റൽ അല്ലെങ്കിൽ പീഡിയാട്രിക് ആയിട്ട് ഇൻപേഷ്യന്റ് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നതിന്റെ കോഡുകളാണ് 99468 മുതൽ 99476 വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അതുപോലെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ഏത് ഏജ് ഗ്രൂപ്പിൽ വരുന്നവരാണ് അവർക്ക് ഇനീഷ്യൽ ഡേ ആൻഡ് സബ്സിക്വന്റ് ആയിട്ട് കൊടുക്കുന്ന ക്രിട്ടിക്കൽ കെയറിനെയാണ് നമ്മൾ കോഡ് കൊടുക്കുന്നത്. അതിലും ഇതുപോലെ തന്നെ കുറേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ക്രിട്ടിക്കൽ കെയറിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് കിട്ടുന്ന കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്രിട്ടിക്കൽ കെയറിൽ അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ്ലി, അഥവാ NICUവിൽ അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ്ലി ലിസ്റ്റ് ചെയ്യേണ്ട. അതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ സെപ്പറേറ്റ്ലി ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ 20 ഡേ ഓൾഡ് ആയിട്ടുള്ള ഇൻഫൻറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കെയറിൽ അഡ്മിറ്റ് ആക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഡ്യൂബേഷൻ, വെന്റിലേഷൻ മാനേജ്മെന്റ് ആൻഡ് എക്കോ കാർഡിയോഗ്രാം ആണ് പറയുന്നത്. അതിൽ നമുക്ക് ആ കോഡിംഗ് ആ ലിസ്റ്റ് ഓഫ് അവിടുത്തെ ഇൻക്ലൂഡഡ് സർവീസസിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. വെന്റിലേഷൻ മാനേജ്മെന്റ്, ഇൻഡ്യൂബേഷൻ ഒക്കെ അതിൽ ഇൻക്ലൂസീവ് സർവീസസ് ആണ്. സോ നമ്മൾ അതിനെ സെപ്പറേറ്റ്ലി ലിസ്റ്റ് ചെയ്യേണ്ട. ബട്ട് എക്കോ കാർഡിയോഗ്രാം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ബണ്ടിൽഡ് സർവീസസ്. സോ വി ക്യാൻ കോഡ് ഇറ്റ് സെപ്പറേറ്റ്ലി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ കുഞ്ഞിന്റെ ഏജ് വെച്ചിട്ട് 99468 ആണ് കോഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ 93303 എന്ന് പറയുന്ന എക്കോ കാർഡിയോഗ്രാമിന്റെ കോഡ് നമ്മൾ സെപ്പറേറ്റ്ലി ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ എ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമുക്ക് വരാവുന്ന ഗൈഡ് ലൈൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാമ്പിൾ സിനാരിയോസുമാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ രീതികളിലെല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. സോ നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഗൈഡ് ലൈൻസും നമ്മൾ പറയുന്ന ടിപ്സും എല്ലാം യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റ്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.